വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിന്ന് ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പി കാണാം. ഞാനിന്നത് OTGയിലാണ് ചെയ്തിരിക്കുന്നത്, OTG അവനിൽ. അവനില്ലാതെ നമുക്കിത് ഇതേ റെസിപ്പി ഉപയോഗിച്ച് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഫിഷ് ഇഷ്ടമുള്ളവർക്കൊക്കെ ആ ഒരു പ്രോസസ്സ് തന്നെ മാരിനേറ്റ് ചെയ്യുന്നതും ആ ഗ്രില്ല് ചെയ്തെടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ 1 കിലോയുടെ ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. മുഴുവനത്തെയാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. റെഡ് സ്നാപ്പറാണ്, ചെമ്പല്ലി കോര എന്ന് പറയും. 1 കിലോയും കുറച്ച് കൂടുതലുകൊണ്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ്. ആ ഒരു തലഭാഗമൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെയാണത് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിതൊന്ന് വരഞ്ഞെടുക്കണം. വരയുമ്പോൾ നമ്മുടെ കത്തി അതിൻ്റെ മുള്ളിൽ മുട്ടണം. ആ രീതിയിൽ വേണം നമ്മളിത് വരഞ്ഞെടുക്കാനായിട്ട്, എന്നാലേ മസാലയൊക്കെ നല്ല ഉള്ളിലോട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നല്ലതായിട്ട് നമ്മളിത് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈഡും നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അരപ്പിടി അല്ലെങ്കിൽ ഒരു 10-12 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ആ ഇഞ്ചിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവനത്തെയുള്ള മല്ലി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതി. കുരുമുളക് മുഴുവനത്തെ ഉള്ളത് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അധികം സ്പൈസി ഒന്നും അല്ലാത്ത ബേക്ക്ഡ് അല്ലെങ്കിൽ ഗ്രിൽഡ് ഫിഷാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതോടൊപ്പം 1.25 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഫിഷിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ഫിഷിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ നേരിട്ട് ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുമ്പോഴാണ് മീനിലേക്കൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടുക. അപ്പോൾ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. 2 സൈഡിലും വിതറി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നത്. മസാല ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തനി നാടൻ രീതിയിലുള്ള ടേസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ചേർക്കേണ്ട ആവശ്യമില്ല. ഫിഷിൻ്റെ സ്മെല്ല് ബേക്ക് ചെയ്യുമ്പോൾ അധികം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത്. ആ ഫിഷ് സ്മെല്ലല്ലാതെ ഒരു ചിക്കനൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്മെല്ലായിരിക്കും വരിക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡും ഇതുപോലെ തന്നെ മസാല വെച്ച് വെളിച്ചെണ്ണ തൂകി നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. മുകളിൽ മാത്രമല്ല, നമ്മൾ വരഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലോട്ടൊക്കെ കൈവച്ച് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ടുമൊക്കെ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഉള്ളിലോട്ട് 2 നാരങ്ങാമുറി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പോഴേ ബേക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മുതൽ 2 മണിക്കൂർ വരെ നല്ലപോലെ ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്കിനി ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഒരു ട്രേയിൽ ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ വെച്ചിട്ടല്ല നമ്മുടെ മീൻ ഗ്രില്ല് ചെയ്യുന്നത്. പക്ഷേ അത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് ജ്യൂസൊക്കെ ഇറ്റ് വീഴും. അത് നമ്മുടെ അവനിൽ വീണിട്ട് പിന്നെ അത് കരിഞ്ഞു പിടിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ചൊരു ട്രേ ലൈൻ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ റാക്ക് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഫിഷ് വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റാക്കിലോട്ട് നമ്മുടെ ഫിഷ് വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ റാക്ക് ഒന്ന് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള അവനിലാണ് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രേ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഈ റാക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റിംഗ് മോഡിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം 20 മിനിറ്റാണ് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ടും ഒരു 35 to 40 മിനിറ്റ്സ് നമുക്ക് വേണ്ടി വരും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫിഷ് ഇതുപോലെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഇത് ബേക്കായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് ഒന്നുകൂടെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കണം. തിരിച്ചിടുന്നത് കുറച്ചൊന്ന് സൂക്ഷിച്ച് വേണം. നല്ല സോഫ്റ്റ് ഫ്ലഷുള്ള മീനായതുകൊണ്ട് 2 തവയൊക്കെ വേണ്ടി വന്നതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ മുറിച്ചിതിൻ്റെ താഴത്തെ ട്രേയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 20 മിനിറ്റും കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മുരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാലും മതിയാകും. അപ്പോൾ മൊത്തം 40 മിനിറ്റാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് സാലഡിൻ്റെ കൂടെയോ ഇഷ്ടമുള്ള സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഫിഷ് ഇതുപോലെ അടർത്തിയെടുക്കുമ്പോൾ അത് മുള്ളിൽ നിന്ന് വളരെ പെട്ടെന്ന് വിട്ടു പോരണം. അതാണ് ഫിഷ് കുക്കായി എന്നറിയാനുള്ള ഒരു മാർഗ്ഗം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഒരുപാട് ഫിഷിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.